ഹലോ ഗൈസ്, അപ്പോൾ ഒരു നുന്നാപ്പിൻ്റെ അടിപൊളി ഇൻട്രോ ആയി. നെക്സ്റ്റ് നമ്മൾ എവിടേക്കാന്നല്ല ഒരു നൈറ്റ് ഔട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ബാഗൊക്കെ സെറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ ഡ്രസ്സും വെള്ളവും അത്യാവശ്യമുള്ള സാധനമൊക്കെ പാക്ക് ചെയ്ത് ഉച്ച ഉറക്കം കഴിഞ്ഞ് അവർ എണീക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അവർ എണീച്ചപ്പോൾ അവർക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ഇടയ്ക്കിൻ്റെ ഒരു പട്ടി ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഞാൻ നാട്ടിലത്തെ അജിയോ ആപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം ഒരു 600 റുപ്പീസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നല്ല കംഫർട്ടുള്ള ഡ്രസ്സാണ്. ഒരുപാട് തവണ ഞാൻ ഇട്ടു. അങ്ങനെ നൂനാപ്പി എണീച്ചപ്പോൾ നൂനാപ്പിനെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കി. നെയ്ജാപ്പിക്ക് ചെറുതായിട്ട് ഡ്രസ്സ് മാറ്റി കൊടുത്തു. അത് മുമ്പ് എടുത്ത ഡ്രസ്സ് അത്ര ഒരു കംഫർട്ട് അല്ലാത്തത് കൊണ്ട്. അങ്ങനെ നമ്മൾ വില്ല ഇതാണ് ഷാർജയിലുള്ള. അപ്പോൾ ഹോം ടൂർ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നൂനാപ്പി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവന് ഉള്ളിൽ നിൽക്കില്ല. എന്തായാലും എനിക്ക് പുറത്ത് പോകണം. അങ്ങനെ അവന് ഓടിച്ചാടി പുറത്ത് പോയി. ഞാനും റെഡിയായി എല്ലാം സെറ്റായി. നമ്മൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൈറ്റ് ചെയ്ത് ഷെബിഡ്സെത്തിയതോ രാത്രി 8 മണിക്ക്. നമ്മൾ ഈവനിങ് ഒരു 5:30 6 o'clock തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയി നിന്ന് പുറത്തത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഷെബിഡ്സ വന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയി. നമ്മൾ പ്ലാൻ ചെയ്തത് മജാസിൽ പോകാനാണ്. പക്ഷെ പെട്ടെന്ന് പണീൻ്റെ കാര്യത്തിൽ കോള് വന്നതുകൊണ്ട് നമ്മൾ മജാസ് പ്ലാൻ വിട്ട് നേരെ ലഹിയ കനലിലോട്ടാണ് പോയത്. ലഹിയ കനലുള്ളത് ഷെബിഡ്സ ജോബ് ചെയ്യുന്നതിൻ്റെ അടുത്താണ്. അപ്പോൾ എന്താ ജോബ് എന്ന് വെച്ചാൽ ഖാലിദ് പോർട്ടിലാണ് ഷാർജയിൽ. കാറ് കയറിയാൽ പിന്നെ ന്യൂനാപ്പിൻ്റെയും നെയ്ജാപ്പിൻ്റെ കുറച്ച് കളികളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ നമ്മൾ റോളെ പോയി. ആദ്യം അവിടെ നിന്ന് കുറച്ച് ചാർട്ട്സൊക്കെ എടുത്തു. പാർക്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാനിപ്പൂരിയും മസാലപ്പൂരിയും അതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഈ നെയ്ജാപ്പിൻ്റെ ക്യൂട്ട് എക്സ്പ്രഷനും കൂടി തന്നു അവന്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ ലഹിയ കനലിലോട്ട് വിട്ട്. ഷെബിഡ്സ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ പണിക്ക് പോയി. അങ്ങനെ നമ്മൾ ലഹിയ കനലിലെത്തിയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ആദ്യം നമ്മൾ ലഹിയ കനലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു 4 സൈഡായിട്ടുണ്ട്. രാത്രിത്തെ അവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഫാമിലിയൊക്കെ ആയി പോയിട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നല്ല അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ കുറച്ച് സമയം അവിടെ പുല്ലിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്ത്. നൂനാപ്പിക്കും നെയ്ജാപ്പിക്കും കൂട്ടിൽ വിട്ട കിളിയെപ്പോലെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്നതും എവിടെയെങ്കിലും പോകുന്നതും നൂനാപ്പിക്കും നെയ്ജാപ്പിക്കും വേണ്ടിയിട്ടാണ്. അവർ കുറച്ച് ആക്റ്റീവ് ആവാനും നല്ല കളിക്കാനും അവർക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നൂനാപ്പിക്കാണെങ്കിൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് നൈറ്റ് ഞാൻ കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോവാറുണ്ട്. അപ്പോൾ നല്ല രസമാണ് അവർക്കൊക്കെ. അതൊരു ആക്റ്റീവായിട്ട് അവരെ വളർത്താനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവിടുത്തെ അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നൂനാപ്പിയാണെങ്കിലോ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. നമുക്കാണെങ്കിലും നല്ല രസമാണ് കണ്ടിക്കാൻ. ടൈം പോകുന്നതേ അവിടെ അറിയില്ല. ഒരുപാട് പേര് അവിടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഹബ്ബറും കൂടി ഉണ്ട്. ബോട്ടിൽ പോകാൻ പറ്റും. 2 ദിറംസ് എന്തോ ചാർജുള്ളൂ. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കാണ് അത് സർവീസ് ഉള്ളത്. നല്ല രസമാണ് അതും. പക്ഷേ ഞാൻ അബ്രയിൽ ആദ്യമായിട്ട് ഇരുന്നത് ദേരാളാണ് ദുബൈയിൽ. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. നൂനാപ്പിക്കും നെയ്ജാപ്പിക്കും ഞാനും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അവർ രണ്ടാളും നല്ല പോലെ കളിക്കുന്നുണ്ടായിരുന്നു ഫ്ലോറിൽ. നെയ്ജാപ്പി ആണെങ്കിലും നടക്കിയില്ല. 10 മന്തേ ആയുള്ളൂ. അപ്പോൾ അവൻ്റേതായ രീതിയിൽ പോകുമ്പോൾ നൂനാപ്പിക്കും ഒരാഗ്രഹം തോന്നി. അങ്ങനെ കുറേ സമയം അവരവിടെ കളിച്ചു. അങ്ങനെ നല്ല എൻജോയ് ചെയ്തു അവർ ശരിക്കും. അങ്ങനെ അവിടെ ഒരു ഫ്ലൈറ്റ് പോകുമ്പോൾ താഴെ കൂടി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ അതും നല്ല വൈബായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ബോട്ടും കൂടി കണ്ടു. അങ്ങനെ അതും കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക്. നല്ലൊരു എൻജോയ്മെൻറ്റും രസകരമായ ഒരു നൈറ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു
പാലം വഴി നടന്ന് പോയി. ഒരുപാട് ദൂരെ നടന്ന് പോയപ്പോൾ ഇവിടെ ലഹിയ കനാലിൽ 4 സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ശരിക്കും അറിയാവുന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ നടന്ന് പോയപ്പോൾ കാലിൽ പോട്ടി സൈഡിലുള്ള ഒരു പാർക്കാണ്, സെയിം പാർക്കാണ്. പക്ഷേ ഇവിടെ 4 ബ്രിഡ്ജ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു, മീൻസ് 4 സൈഡായിട്ട്. അങ്ങനെ നടന്ന് പോയപ്പോഴുള്ള കാഴ്ചയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു HD എഫക്റ്റ് ആയിരുന്നു. അവിടെ ഉള്ള പോലെ ആയിരുന്നു. ഫോട്ടോ എടുത്താൽ അവിടെ നമ്മൾ നിന്ന പോലത്തെ ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നടന്ന് കാലിൽ പോട്ടിലുള്ള സൈഡിലെത്തി. അപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ടയർഡായി. ഷെബിർച്ചാനെ വിളിച്ച് നമ്മൾ നേരെ റൂമിൽ പോയി.